ഹലോ നമസ്കാരം. പണ്ടൊക്കെ നമ്മൾ ഈ പ്രണയത്തെ ഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ മൂവീസിലൊക്കെ പ്രണയം നന്നായിട്ട് പിക്ചറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു എലമെന്റ് മഴയായിരുന്നു അല്ലേ. പക്ഷെ കുറച്ച് നാളുകളായിട്ട് മഴ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വില്ലനായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018 ഫ്ലഡ് ആണെങ്കിലും പിന്നീട് അങ്ങടേക്ക് ഓരോ വർഷവും മഴ എന്ന് പറഞ്ഞ ഒരു സീസൺ വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എത്ര പേരുടെ ജീവൻ പൊലിയും എന്നുള്ളത്. ശരിക്കും വയനാട്ടിലെ എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിട്ടൊരു നമ്മുടെ ഒരു പ്രകൃതി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾ ഓഫ് എ സഡൻ ഒരു വലിയൊരു ഉരുൾപൊട്ടൽ വരികയും അങ്ങനെ ഒരുപാട് ജീവൻ പൊലിയുകയും ചെയ്തു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് പല ആൾക്കാരും ഹോസ്പിറ്റലിൽ കിടക്കുന്നു, പലരുടെയും ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയെ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ആ ഒരു ഇൻസിഡൻറ്റ് വന്ന മൊമെൻറ്റ് തൊട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേയേഴ്സിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ പോലെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ പലരും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ ഹ്യൂമൻ റിസോഴ്സായിട്ട്, അതായത് രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലും പലരും അവിടെ അവൈലബിൾ ആവാറുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ ജെനുവിനായിട്ടുള്ള സോഴ്സിലൂടെ മാത്രം ആ ഒരു എന്താ പറയുക ഫണ്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഇനി ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയാണ്, സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.